അത് ഇത് ഇന്ത്യ അലയൻസിന്റെ ഒരു ക്യാമ്പയിൻ ഫേസ് ആയിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് അരവിന്ദ് കെജ്രിവാളിന്. മഞ്ജുഷ് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഹനുമാൻ മന്ദിറിന്റെ കാര്യം പറഞ്ഞതിൽ ഒരു ഇൻസിഡന്റിനെ പറ്റി ഞാൻ പറയട്ടെ. ആദ്യം അരവിന്ദ് കെജ്രിവാൾ കുറെ 2-3 മാസം മുഖ്യമന്ത്രിയായിട്ട് മെജോറിറ്റി കിട്ടാതെ വന്നപ്പോൾ ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഹനുമാൻ മന്ദിറിൽ പോയിട്ട് തീരുമാനമെടുക്കാവുന്നത്. അങ്ങനെ എടുത്ത് ഈ ഹനുമാൻ മന്ദിറിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഈ ഹനുമാൻ മന്ദിറിന്റെ ആംഗനത്തിൽ ഹനുമാൻ മന്ദിറിന്റെ തൊട്ട് അടുത്ത് തന്നെ ആയിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആദ്യം ആം ആദ്മി പാർട്ടി ഓഫീസ്. ഈ ഓഫീസിൽ നിന്നാണ് ആദ്യമായിട്ട് അരവിന്ദ് കെജ്രിവാൾ ജയിച്ചു വരുന്നതും രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ചു വരുന്നതും ഈ ഓഫീസിൽ വെച്ച് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ആം ആദ്മി പാർട്ടി ഒരു സ്റ്റേറ്റ് പാർട്ടിയുടെ ദർജ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഓഫീസ് കിട്ടിയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഹനുമാൻ മന്ദിർ വളരെ ഈ കോൺഗ്രസിന് ചെയ്യാൻ പറ്റാത്ത ട്രിക്കുകളെല്ലാം അരവിന്ദ് കെജ്രിവാളിനുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് കോൺഗ്രസിനെക്കാട്ടി ഭീഷണി ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. കാരണം നരേന്ദ്രമോദി കളിക്കുന്ന പല കാര്യങ്ങൾ അരവിന്ദ് കെജ്രിവാൾ വളരെ ഈസി ആയിട്ട് കാഡറോടുകൂടെ സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ മോദിയിൽ തമ്മിലുള്ള ഒരു സമതുല്യം എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരു കാഡർ സപ്പോർട്ടാണ്. ആം ആദ്മി പാർട്ടിയുടെ സമീപനവും ഐഡിയോളജിയും ഒന്നുമല്ല ഇവിടെ വിഷയം. അരവിന്ദ് കെജ്രിവാൾ പറയുന്ന കാര്യമാണ് കാഡറിന് വിഷയം. നരേന്ദ്രമോദിക്കും അങ്ങനെയാണ്. ബിജെപിയുടെ പോളിസീസോ ബിജെപിയുടെ ലീഡർഷിപ്പോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മിറ്റിയെ പറ്റിയോ ഒന്നുമല്ല ജനങ്ങൾക്ക്. പക്ഷെ നരേന്ദ്രമോദി പറയുന്നതാണ് ബിജെപി കാഡറിന് വേദോസ്ത വാക്യത്തിന്റെ കൂട്ടുള്ള കാര്യം. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ ഈ ജാമ്യത്തോടെ പുറത്തു വന്നതോടുകൂടി ഇപ്പൊ ആദ്യം പുള്ളി സംസാരിച്ചപ്പോ പറഞ്ഞത് നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ കൂടെ മുമ്പിൽ കാണും, നമുക്ക് ഡിക്റ്റേറ്റർഷിപ്പിനെ തോൽപ്പിക്കണമെന്നാ പറയുന്നത്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് ഇപ്പൊ പറയാന് ഒരു സ്റ്റോറി ഉണ്ട്. എന്നിൽ മേളിൽ ചെയ്ത ദ്രോഹത്തിന്റെ കൂട്ട് എല്ലാവരുടെ മേളിൽ ചെയ്യുമെന്നുള്ളൊരു ക്യാമ്പയിനും കൊണ്ടായിരിക്കും ഇനിയും പുള്ളി പോകുന്നത്. ഒരുപക്ഷെ പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന യേശുക്രിസ്തുവിന്റെ കൂട്ട് യേശുക്രിസ്തു കുരിശി തറച്ചു കഴിഞ്ഞ് 3-ാം ദിവസം ഉയർത്തുകയറി വരുന്നില്ലേ, അതുപോലത്തെ ഒരു പോരാട്ടമായിരിക്കാം ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ ഇനിയും വരവ്. വിനോദ് മാത്യു വിൽസൺ, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ചേരുകയാണ്. ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഇപ്പോൾ നേരത്തെ സംസാരിച്ച, താങ്കൾ ആ സമയത്ത് ഇല്ലായിരുന്നു, കെ ശ്രീകാന്ത് ബിജെപിയുടെ വക്താവ്, അദ്ദേഹം പറഞ്ഞത് ഇത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നല്ല, ഒരു സാധാരണ നടപടിക്രമത്തിലൂടെ ഒരു ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് കിട്ടുന്നു, അല്ലാതെ ഇത് യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? എങ്ങനെ ഉപയോഗപ്പെടുത്തുവാനാണ് ആം ആദ്മി പാർട്ടിയുടെ ഉദ്ദേശ്യം? മഞ്ജുഷ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? മൊബൈലിനകത്ത് വീഡിയോസ് കാണാൻ പറ്റുന്നത്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. നമ്മൾ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ്, ഒരു നാടൻ ഭാഷാ പ്രയോഗത്തിൽ ഈ സംസാരം തുടങ്ങുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഈ സംഘപരിവാർ സംവിധാനത്തിലെ ഇവന്മാരുടെ കിളി തന്നെ അടിച്ചുകൂട്ടുന്നത്. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. കിളി പോയി. ഇവരെന്താണ് കരുതിയത്? അതിനൊക്കെ വിപരീതമായി വിഷയത്തിൽ നടക്കുകയും കോടതി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള 2015 കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തു, ഡൽഹിയിൽ വെച്ചാണ്. ആ പുസ്തകം എഴുതിയത് ഉദയ് മഹ്പൂറും ചിരാഗ് പണ്ഡിറ്റും എന്ന് പറയുന്ന രണ്ടുപേർ ചേർന്നെഴുതിയ ദ മാൻ ഹു കുഡ് ഹാവ് പ്രിവെന്റഡ് ഡിവൈഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അത് സവർക്കറിനെ പറ്റി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം ആൻഡമാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് ഗാന്ധി സകല സമര മാർഗം സ്വീകരിക്കുമ്പോൾ ഒപ്പം ഒരു സൈഡിൽ നിന്ന് പോരാടാൻ, വിപ്ലവ സമരം നയിക്കാൻ താങ്കൾ വരണം, അതുകൊണ്ട് താങ്കൾ മാപ്പെഴുതി അല്ലെങ്കിൽ ദയാഹർജി കൊടുക്കണം എന്ന് ഗാന്ധി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സർവർക്കർ മാപ്പെഴുതിയത്, അല്ലെങ്കിൽ ദയാഹർജി കൊടുത്തത്. അതുകൊണ്ട് ഗാന്ധിയാണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചത് എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു. നമ്മൾ പറയുന്നല്ലോ സംഘപരിവാറും ഷൂ നക്കി ചെരുപ്പ് നക്കി ഇതൊക്കെ കൊളോക്കിലായിട്ട് കളിയാക്കാറുണ്ട്. പക്ഷെ ഇത് അഡ്മിറ്റഡ് ഫാക്ട് ആണ്. ഇദ്ദേഹം സംസാരിച്ചതാണ്. അതിന്റെ പ്രസ് മീറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റുകളിലും മറ്റുകൊണ്ട് തന്നെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ദയാഹർജി കൊടുത്തത് തിരിച്ചു വന്നു മാപ്പിടി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ദയാഹർജി പോയിട്ട് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പോലും ഫയൽ ചെയ്തിട്ടില്ല. ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പോലും സുപ്രീം കോടതിയുടെ പരിഗണനയിലില്ല. അറസ്റ്റ് ചെയ്ത് 50 ദിവസം കഴിഞ്ഞിട്ടും താൻ കുറ്റം, നമ്മളറിയാം ബെയിൽ എന്ന് പറയുമ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഞാൻ എന്ത് കണ്ടീഷൻ സ്വീകരിക്കാമെന്ന് പറയുന്ന ഒരു മാർഗമാണ് ബെയിൽ കണ്ടീഷൻ എന്ന് പറയും. പക്ഷെ ഇവിടെ ബെയിൽ സ്വമേധയാ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്, ഇന്റർവ്യൂ ബെയിൽ പരിഗണിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിന്റെ
പോക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ജനാധിപത്യം തകരുന്നതൊക്കെ ന്യായാധിപന്മാരുടെ ഉള്ളിലും ഒക്കെ ഉണ്ട്. അവർക്കുമുണ്ട് ഇത്തരം ചിന്തകളും ഈ രീതികളും. അവരെ സ്വാധീനിക്കുന്നതാണ്. പക്ഷേ രാജ്യത്തിന്റെ പോക്ക് അപകടകരമാണെന്ന് ധരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ മുന്നിൽ നയിക്കുന്ന, നമ്മളിവിടെ സൂചിപ്പിച്ചല്ലോ, ഇനി